ആക്ടർ എന്നുള്ള രീതിയിൽ ഡെഫിനറ്റ്ലി കംഫോർട്ട് സോൺ മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ വന്നാലും ചെയ്യാൻ എക്സൈറ്റഡ് ആണ്. പക്ഷേ ഡയറക്ടർ എന്നുള്ള രീതിയിലൊരു കുറച്ചുകൂടെ ഒന്ന് മൂക്കട്ടെ എന്ന് വെച്ചാൽ ഇവര് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റാൻഡേർഡ് ബ്രേക്ക് ചെയ്യാനായിട്ട് ആസ് എ ഡയറക്ടർ എന്ത് ഹോംവർക്കാണ് ഇനി നടത്താൻ പോകുന്നത്? അല്ല, സ്റ്റാൻഡേർഡ് ഡെഫിനറ്റ്ലി ഇപ്പോൾ നമ്മളെ എല്ലാ ഫിലിം മേക്കേഴ്സും എല്ലാവർക്കും അതൊരു പ്രഷർ തന്നെയാണ്, ഒരു സംശയമില്ല. ഇപ്പോൾ രാഹുൽ സദാശിവം വന്ന് ഒരു ഹൊറർ യൂണിവേഴ്സ് ഉണ്ടാക്കുന്നു, ഇപ്പോൾ ലോക്ക പോലത്തെ സിനിമ ഇവിടെ ഭയങ്കര ബ്രേക്ക് ത്രൂ സിനിമ ഉണ്ടാകുന്നു, ഇതുപോലെ മിസ്റ്ററി ത്രില്ലർ യൂണിവേഴ്സ് ഇപ്പോൾ ഇവരങ്ങ് ഏറ്റെടുത്തു. എല്ലാം നമ്മൾ എക്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജോണറിലും മലയാള സിനിമയിൽ ലൈക്ക് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഡെഫിനറ്റ്ലി ആസ് ഫിലിം മേക്കേഴ്സ് നമുക്ക് നമ്മളെ തന്നെ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക, നമ്മളെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് അത് പഴയ പോലെ ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല, അതിലൊരു സംശയമില്ല. ഓഡിയൻസും വേ ഹെഡാണ്. അതിലൊരു ഓഡിയൻസിന് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാനേ പറ്റില്ല. അവരും എക്സ്പോസ്ഡ് ആണ്, വേൾഡ് സിനിമ കാണുന്നുണ്ട്, ബുക്കുകൾ വായിക്കുന്നുണ്ട്. ഇതുപോലുള്ള ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇത്രയും നിറഞ്ഞ സദസ്സിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ബിഗ് ഫീറ്റ്. അപ്പോൾ അങ്ങനെ ഇവോൾവ് ആയി വന്നിരിക്കുന്ന ഒരു ഓഡിയൻസ് തന്നെയാണ് നമ്മുടെ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആസ് ഫിലിം മേക്കേഴ്സ് നമ്മളും അതിനെ ഹെഡായിട്ട് തന്നെ പുഷ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് എങ്ങനെ സിനിമ റിഫ്ലക്റ്റ് ആവും എന്നുള്ളത് സിനിമ എടുത്താലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട്, അതിലൊരു സംശയമില്ല, നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഇതുപോലൊരു ബുക്ക് ഫെസ്റ്റിവൽ